Hi everyone. In our last lecture, we have studied the transition between the vibrational energy levels of a molecule by the absorption of infrared radiation. പക്ഷേ എല്ലായ്പ്പോഴും ഈ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് ഒരു ഇൻഫ്രാറെഡ് അബ്സോർപ്ഷനിൽ റിസൾട്ട് ചെയ്യണമെന്നില്ല. അതായത് IR അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോളിക്യൂളിൻ്റെ വൈബ്രേഷന് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ മറ്റൊന്നുമല്ല, മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൽ ഒരു ചേഞ്ച് സംഭവിക്കണം. So this is the selection rule for IR spectroscopy. According to this, ഒരു മോളിക്യൂള് വൈബ്രേഷൻ മുഖേന ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരുത്തുകയും അതുവഴി IR അബ്സോർബ് ചെയ്യുകയുമാണെങ്കിൽ നമുക്ക് പറയാം ആ മോളിക്യൂൾ IR ആക്റ്റീവ് ആണ്. റെസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് ആർ സെറ്റ് ടു ബി ഇൻഫ്രാറെഡ് ഇൻആക്റ്റീവ്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് O2 മോളിക്യൂൾ. ഇവിടെ ഓക്സിജൻ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണെങ്കിലും കംപ്രസ് ചെയ്യുന്നതാണെങ്കിലും രണ്ടും ഈക്വൽ എമൗണ്ടിലായിരിക്കും, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. കാരണം ഇവിടെ രണ്ട് ആറ്റംസും ഓക്സിജൻ തന്നെയാണ്. സോ അവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനോ അതുവഴി IR ആക്റ്റീവ് ആവാനോ കഴിയില്ല. സോ ഈ ഒരു മോളിക്യൂള് IR ഇനാക്റ്റീവ് ആണ്. സാധാരണയായി സിമെട്രിക് ഡയാറ്റമിക് മോളിക്യൂൾസ് ലൈക്ക് H2, Cl2, O2 ഇവരുടെ ബോണ്ട് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് മുഖേന ഒന്നും തന്നെ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനും പറ്റാറില്ല. സോ ദേ ആർ സെറ്റ് ടു ബി ഇൻഫ്രാറെഡ് ഇൻആക്റ്റീവ് മോളിക്യൂൾസ്. അതുകൊണ്ട് ഇവർക്കൊരു IR സ്പെക്ട്രം നമുക്ക് ഈൽഡ് ചെയ്യാനും കഴിയില്ല. ബട്ട് വെൻ വി കൺസിഡർ ദ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ, we can see a permanent dipole moment in the molecule due to the electronegativity difference between the carbon and oxygen. So these molecules can absorb infrared radiation and thereby yield infrared spectra. If I am considering carbon dioxide molecule, actually we know that it does not possess a permanent dipole moment, but it is IR active. How it will be possible? It is because that more than one kind of vibrational modes occur in carbon dioxide molecule, and some of these vibrations can bring a change in dipole moment. One of its vibration mode is symmetric stretching, which involves no change in dipole moment, and hence it is IR inactive. If the vibration is asymmetric stretching, it involves a change in dipole moment, hence it is IR active. There are other two modes of vibration which we will discuss in another session. ഇനി വൈബ്രേഷണൽ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂള് ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ മോളിക്യൂളിനെ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസ് എല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷന് അനലോഗസ് ആയിട്ട് വരും. ഇത് പ്രകാരം നമ്മുടെ മോളിക്യൂളിൻ്റെ വൈബ്രേഷണൽ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂള് എന്ന് പറയുന്നത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ഒരു യൂണിറ്റിൽ ചേഞ്ച് വരുന്ന രീതിക്കുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ ഫോർബിഡൻ ആണ്. അതായത് ഡെൽറ്റ വിയുടെ വാല്യൂ +or-1 ആയിരിക്കണം. ഡെൽറ്റ വിയുടെ വാല്യൂ +1 ആവാം ഇഫ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. അതല്ല എമിഷൻ ആണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ -1 ആയിരിക്കും. Thus, transition can happen from V equal to 0 to V equal to 1, and also transition can happen from V equal to 1 to V equal to 2. So these are allowed transition. On the other hand, transition cannot happen from V equal to 0 to V equal to 2, or let's say V equal to 1 to V equal to 3. So these are transition which are not allowed. That means forbidden. In other words, we can only have transitions between adjacent vibrational energy levels. ഇങ്ങനെ സിംഗിൾ ഒരു ട്രാൻസിഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ we have to say IR spectrum should have a single peak. But when we see the experimental spectra of hydrochloric acid, we see a series of peaks with diminished intensity. This is because real molecules do not exactly follow simple harmonic motion.
where the vibrational transitions are restricted to delta V is equal to plus or minus 1. അതിനർത്ഥം നമ്മുടെ മോളിക്യൂള് അൺഹാർമോണിക് ആണ്, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോളോ ചെയ്യുന്ന മോളിക്യൂൾസ് അല്ല. ഈ അൺഹാർമോണിക് ആയിക്കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ എനർജി ലെവൽസ് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുകയും ദേ വിൽ ഗെറ്റ് ക്ലോസർ ടുഗെദർ. അതിനർത്ഥം ഈ ഡെൽറ്റ വി പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ അവിടെ ബ്രേക്ക് ഡൗൺ ആവാണ്. ദിസ് മീൻസ് ദാറ്റ് we can have transition from V equal to 0 to V equal to 2 or V equal to 0 to V equal to 3. For unharmonic molecules, the selection rule modifies to delta V equal to plus or minus 1 or plus or minus 2 or plus or minus 3, etc. So if the transition is happening from ground state to the first excited state, that is V is equal to 0 to V equal to 1, by absorbing one quanta of energy, it is called the fundamental transition, and the frequency corresponding to this transition is called fundamental frequency. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രത്തിലുള്ള സിഗ്നലിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ബാൻഡ് അല്ലെങ്കിൽ വെറും ഫണ്ടമെൻ്റൽ എന്ന് സൂചിപ്പിക്കും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഏത് ഫ്രീക്വൻസിയിലും ട്രാൻസിഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഓവർ ടോൺസ് എന്നാണ് പറയാറുള്ളത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച V is equal to 0 to V equal to 2 എന്ന് പറയുന്നതും V equal to 0 to V equal to 3 എന്ന് പറയുന്ന ട്രാൻസിഷൻസ് എല്ലാം ഓവർ ടോൺസ് ആണ്. ഒരു അൺഹാർമോണിക് ഡയാറ്റോമിക് ഓസിലേറ്ററിൻ്റെ വൈബ്രേഷണൽ എനർജി ലെവൽസ് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. അൺഹാർമോണിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് വൈബ്രേഷണൽ എനർജി ലെവൽസിലോട്ടും ട്രാൻസിഷൻസ് നടക്കും. സോ ഈ ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് തേർഡ് എനർജി ലെവലിലോട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത് എങ്കിൽ നമുക്കതിനെ വിളിക്കാം സെക്കൻഡ് ഓവർടോൺ. ഇനി നമ്മൾ സ്പെക്ട്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ സിഗ്നൽസിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുന്ന സമയത്ത് ഫണ്ടമെൻ്റലിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക ദാൻ ഫസ്റ്റ് ഓവർടോൺ ആൻഡ് സെക്കൻഡ് ഓവർടോൺ.